നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഒട്ടകവും സൂചിക്കുഴയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നുത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് അല്ലതാൻ. ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്യവും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരു ധനവാൻ വളരെ ദുഃഖിതനായിട്ട് തിരിച്ചു പോയ സന്ദർഭത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. വേദപുസ്തകത്തിൽ ദരിദ്രന്മാരെ വളരെ പ്രശംസിക്കുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. യേശു തൻ്റെ നസറത്തിലെ പള്ളിയിലെ 1-ാമത്തെ പ്രസംഗത്തിൽ ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ വന്നിരിക്കുന്നു എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ പിന്നീട് ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാണ്. വേദപുസ്തകം ഒരു വാക്യം കൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങൾ പലയിടത്തായിട്ട് ദൈവം ചെതറിയിട്ടിരിക്കുകയാണ്. നമ്മൾ അത് പരിശോധിക്കണം, നമ്മളതിനെ ശോധന ചെയ്യണം. അതാണ് നമ്മുടെ ജോലി. അല്ലാതെ ഏതെങ്കിലും ഒരു വാക്യം മാത്രം വെച്ചുകൊണ്ട് ഒരു ഉപദേശം സ്ഥാപിക്കുകയല്ല. ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്, അതേക്കുറിച്ച് വേറെ എവിടെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ ബരോബക്കാരെ പോലെ ശോധന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഉദ്ധരിച്ച് യേശു നസറേത്തിലെ പള്ളിയിൽ പ്രസംഗിച്ചെങ്കിൽ പിന്നീട് യേശു തന്നെ പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞാൽ, ആത്മീയ വിഷയത്തിൽ സ്വർഗത്തിൽ പോകേണ്ട കാര്യത്തിൽ ഞാൻ പോരാത്തവനാണ്. അക്കാര്യത്തിൽ ഞാൻ ദരിദ്രനാണ്, എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. ദരിദ്രർ ജീവിക്കുന്ന മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണല്ലോ. അവർക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അവർക്ക് വസ്ത്രം ധരിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളവര് കൊടുത്തേ തീരൂ, ഉള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ എന്നാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ലോകത്തിൽ റേഷൻ സമ്പ്രദായങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാജ്യത്തും ദരിദ്രർക്ക് പരിഗണനയുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവം പറഞ്ഞിരുന്നത്, നിങ്ങൾ നിലം കൊയ്യുമ്പോൾ അതിൻ്റെ അരികൊന്നും കൊയ്യരുത്. നിങ്ങൾ ഫലവൃക്ഷങ്ങൾ അത് ശേഖരിക്കുമ്പോൾ മുന്തിരിയായാലും അല്ലെങ്കിൽ മാതളനാരകമായാലും മറ്റ് ഒലിവായാലും എന്തു തന്നെയായാലും കാലാപറക്കരുത്. ദരിദ്രർക്കും അനാഥർക്കും പരദേശിക്കും വേണ്ടിയൊക്കെ നിങ്ങൾ ഇട്ടേക്കണം. ഒരു കറ്റ ഇനി മറന്നുപോയെന്നിരിക്കട്ടെ, അത് എടുക്കാൻ പോകരുത്. ദരിദ്രർ എടുക്കട്ടെ. തീർച്ചയായിട്ടും ദരിദ്രരോട് ഭയങ്കര കൺസേൺ ഉള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. ഇവിടെ യേശു ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്നു എന്ന് പറയുന്നത്, ആത്മാവിൽ ദരിദ്രർ സ്വർഗത്തിൽ പോകാൻ ആവശ്യമായത് എനിക്കില്ല, അതിന് തക്ക പ്രാർത്ഥനയുമാകട്ടെ, പാട്ടാകട്ടെ, അല്ലെങ്കിൽ അതിനുള്ള പണമാകട്ടെ, അല്ലെങ്കിൽ അതിനുള്ള ത്യാഗമാകട്ടെ, ഇതൊന്നും ഇല്ല, അതൊന്നും പോരാ. ദൈവത്തിന് സഹായം വേണം, ദൈവം കരുണ കാണിക്കണം, ദൈവം ക്ഷമിക്കണം. ആ ബോധമുള്ളവനാണ് ആത്മാവിൽ ദരിദ്രർ. അവര് ദൈവത്തെ സമീപിച്ച്, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. വേദപുസ്തകം പരിശോധിച്ചാൽ ധാരാളം ധനികന്മാർ ദൈവരാജ്യാവകാശികൾ ആയിട്ടുണ്ടായിരുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരൊക്കെ ധനികരായിരുന്നു. യോസേഫ് മഹാധനികനായിരുന്നു. ഇയ്യോബ് മഹാധനികനായിരുന്നു. അങ്ങനെ
പഴയ നിയമകാലത്ത് ധനികന്മാരായ ധാരാളം ആളുകളെ, രാജാക്കന്മാരൊക്കെ തന്നെ ധനികന്മാരായിരുന്നു, നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവര് ആത്മാവിൽ ദരിദ്രരായിരുന്നു. സ്വർഗത്തിൽ പോകാൻ, സ്വർഗത്തിൽ പോയി ജീവിക്കാൻ, സ്വർഗത്തിലെത്താൻ ആവശ്യമായ സോഴ്സസ് ഒന്നും എനിക്കില്ല. അതിന് ദൈവത്തിൻ്റെ സഹായം എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ദരിദ്രനാണ് എന്ന് അവർ സമ്മതിച്ച് ദൈവത്തിൻ്റെ സഹായം തേടുകയും ദൈവത്തിൻ്റെ മുമ്പാകെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്ത് രക്ഷാമാർഗത്തെ അവർ അവലംബിച്ചു. അതുകൊണ്ടാണ് അവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായത്. ഇവിടെ യേശു പറയുകയാണ്, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. എന്താ കാരണം? പൊതുവേ ധനവാന്മാരുടെ ധാരണ തങ്ങൾക്ക് ഈ ധനവും സുഖവും ഒക്കെ ഉണ്ടായത് തങ്ങളുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ഇവിടെ ഈ ധനം ദൈവം നൽകിയതുപോലെ സ്വർഗവും തരും. ഇതാണ് അവരുടെ ധാരണ. ധനം വഞ്ചിക്കുന്നതാണ്. ലൂക്കോസ് 12 യേശു പറഞ്ഞു, ഒരുത്തന് സമ്പത്ത് ഉണ്ടായാൽ അവൻ്റെ സമ്പത്ത് അവന് നിത്യജീവന്റെ ആധാരമായിട്ട് അല്ല. ഇവിടെ സമ്പത്തുള്ളത് കൊണ്ട് ദൈവാനുഗ്രഹമാണ്, അതുപോലെ ദൈവം സ്വർഗത്തിലും കൊടുക്കും എന്നൊരിക്കലും വിചാരിച്ച് കളയരുത് എന്നാണ് യേശു പറഞ്ഞത്. ധനവാന്റെയും ലാസറിന്റെ ഉപമയിൽ യേശു അത് വളരെ വ്യക്തമായി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു തുടർന്ന് പറയുകയാണ്, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് പോലെയാണെന്ന്. ചില ആളുകൾ ഇതിന് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം, യെരുശലേം പട്ടണത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ വലിയ ഗേറ്റുമുണ്ട്, എന്നാൽ ചെറിയ ഗേറ്റുമുണ്ട്. അപ്പോൾ ആ ചെറിയ ഗേറ്റിലൂടെ കിടക്കണമെങ്കിൽ, ഒട്ടകത്തിന് കിടക്കണമെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആളെ താഴെ ഇറക്കണം, ലോഡൊക്കെ താഴെ ഇറക്കണം, എന്നിട്ട് ഒട്ടകം വളരെ കുനിഞ്ഞ് വേണം കിടക്കാനെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പട്ടണത്തിലോ അങ്ങനെയുള്ള ഒരു വാതിലൊന്നുമില്ല. പട്ടണവാതിൽ അടച്ചാൽ പിന്നെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല. അതിനവിടെ കാവൽക്കാരുള്ളത്. എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് എന്നാണ്, അസാധ്യമാണ്. ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കിടക്കുമോ? അതായത് അക്കാലത്തെ ഇസ്രായേലിലെ ഏറ്റവും വലിയ, ബൈബിൾ നാടുകളിലെ ഏറ്റവും വലിയ മൃഗം ഒട്ടകമായിരുന്നു. പിന്നെ അവർ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ ദ്വാരം സൂചിയുടെ കുഴിയായിരുന്നു. അതൊരു താരതമ്യത്തിന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ നാട്ടിൽ നടപ്പുള്ള ഒരു യൂസേജ്, ഒരു പഴമൊഴി യേശു ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ധാരാളം പഴമൊഴികൾ യേശു ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ മൃഗത്തിന് ഏറ്റവും ചെറിയ ദ്വാരത്തിലൂടെ കിടക്കാൻ പറ്റുമെങ്കിൽ ധനവാന് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാമെന്നാണ്. ഏത് ധനികനും എന്ത് പറയണം? ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്, ഇതുപോലെ എനിക്ക് സ്വർഗം ലഭിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൗജന്യം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ഔദാര്യം, ദൈവത്തിൻ്റെ രക്ഷാമാർഗം എനിക്ക് വേണം എന്ന് സമ്മതിക്കാൻ തയ്യാറാകണം. യേശുവിൻ്റെ അടുക്ക വന്ന ധനികരായ പലരും അവര് ആത്മാവിൽ ദരിദ്രരാണെന്ന് സമ്മതിക്കുവാൻ തയ്യാറായില്ല. യേശുവാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, യേശുവാണ് മനുഷ്യന് വേണ്ടി രക്ഷാമാർഗം ഒരുക്കാൻ വന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യരാകുകയാണ് വേണ്ടത് എന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടായില്ല. പക്ഷേ യേശുവിൻ്റെ മരണശേഷം 2 ധനികന്മാർ അവർ യേശുവിൻ്റെ ശിഷ്യരായി. ഒന്ന് നിക്കോദീമോസ് എന്ന യഹൂദന്മാരുടെ ഉപദേഷ്ടാവും 2 ശ്രേഷ്ഠമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന അരിമത്യക്കാരൻ യോസേപ്പും. അവർ മഹാധനികരായിരുന്നു. അവർ സമ്മതിച്ചു, യേശുവാണ് രക്ഷിതാവ്, യേശുവിനെ കൂടാതെ രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യരാകാൻ അവർ തയ്യാറായി. യേശുവിൻ്റെ ശരീരമെടുത്ത് മാന്യമായിട്ട് അടക്കുവാൻ അവർ തയ്യാറായി. അതുപോലെ പരസ്യമായി യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറാകാൻ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകാൻ സാധിക്കുകയുള്ളൂ. കാരണം യേശു ഏക രക്ഷിതാവാണ്. യേശു അല്ലാതൊരു രക്ഷാമാർഗം ഇല്ല. ഒരു ദൈവമാണുള്ളതെങ്കിൽ ഒരു മധ്യസ്ഥനാണുള്ളത്, ഒരു വഴിയാണുള്ളത്, അത് യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, മറ്റൊരുത്തനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശകീഴി മനുഷ്യർ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പൗലോസ് എഴുതി, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന യേശു തന്നെ. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതല്ലാതെ രക്ഷയ്ക്കൊരു മാർഗമില്ല. തങ്ങൾക്ക് ധനമുള്ളതുകൊണ്ട്, ദൈവാനുഗ്രഹമാണിത്,
ഇതുപോലെ സ്വർഗത്തിലും തങ്ങൾ ധനികരായിരിക്കും, തങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോവുകയില്ല എന്ന് യേശു തീർത്തു പറയുകയാണ്. ധനവാന്മാരായാലും ദരിദ്രരായാലും ആത്മാവിൽ ദരിദ്രരാണ് എന്ന് സമ്മതിച്ച് ദൈവസഹായം തേടുവാൻ, ദൈവത്തിൻ്റെ രക്ഷാമാർഗം തേടുവാൻ, ദൈവം അയച്ച രക്ഷിതാവായ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ ശിഷ്യരാകാൻ തയ്യാറാകണം. അതാണ് രക്ഷാമാർഗം. അതറിയുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.